പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ പോരിശ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ആ ലൈലത്തുൽ ഖദർ ലഭിക്കാൻ ഖുർആനിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾക്ക് പഠിക്കാം. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പോരിശ നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഏതാണ് ആ അടയാളങ്ങള്, ഏതാണ് ആ സൂറത്ത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിനരാത്രികളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് ലൈലത്തുൽ ഖദർ നമ്മൾക്ക് ലഭിക്കാൻ നാം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്താണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ലൈലത്തുൽ ഖദറിന്റെ പോരിശ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിച്ചാൽ നമ്മളിൽ കാണുന്ന 12 അടയാളങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ അവനിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം ജീവിത ശൈലി മാറുമെന്നുള്ളതാണ്. ആത്മീയമായ പുരോഗമനം ഉണ്ടാകും. പഴയതുപോലെയാവൂല. പിന്നെ അവന്റെ ഇബാദത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ കാണും. ധാരാളം ഇബാദത്ത് ചെയ്യും. അതുപോലെ തന്നെ അവന്റെ വസ്ത്രത്തില്, അവളുടെ സംസാരത്തിലൊക്കെ പല മാറ്റങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവനക്ക് ലൈലത്തുൽ ഖദറിന്റെ പോരിശ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷം ഉണ്ടാകും. നമ്മൾ വല്ലാത്ത ടെൻഷനിലായിരിക്കും, വല്ലാത്ത പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദറിന്റെ പോരിശ ലഭിക്കുന്നതോടുകൂടി മനസ്സിലെ വിഷമങ്ങൾ മാറുകയാണ്, മനസ്സിലെ ടെൻഷനുകൾ മാറുകയാണ്, മനസ്സ് ഹാപ്പി ആവുകയാണ്, സന്തോഷം കൊണ്ട് തുളുമ്പുമെന്നാ പറയുന്നത്. ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മൂന്നാമത്തെ അടയാളം പാപങ്ങളോടുള്ള വെറുപ്പാണ്. അവനിക്ക് പാപങ്ങളെ കണ്ടാൽ വല്ലാത്ത വെറുപ്പായിരിക്കും. മദ്യപാനികളെ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടൂല. മദ്യം കണ്ടാൽ വല്ലാത്ത വെറുപ്പായിരിക്കും. പലിശ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത വെറുപ്പും വല്ലാത്ത അറപ്പും തോന്നിപ്പോകുമെന്നാ പറയുന്നത്. ഇത് ലൈലത്തുൽ ഖദർ ലഭിച്ചവരുടെ മറ്റൊരു അടയാളമാണ്. പാപങ്ങളോട്, ദോഷങ്ങളോട്, തിന്മകളോടുള്ള വെറുപ്പ്. നാലാമത്തെ അടയാളം ഇബാദത്തുകളിലെ താല്പര്യം. അവനക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം കൂടും. റമദാൻ കഴിഞ്ഞാലും പിന്നെയും എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഓതും, എപ്പോഴും ദിക്ർ ചൊല്ലും, എപ്പോഴും സലാത്ത് ചൊല്ലും. എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും അവൻ നിസ്കരിക്കും. ഒരു സുന്നത്ത് നിസ്കാരം പിന്നെ ഒഴിവാക്കൂല. റവാത്തിബ് നിസ്കരിക്കും, ദുഹ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും. ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ പോരിശ ലഭിക്കാന്ന് പറഞ്ഞാൽ. ചില ആളുകൾ മനസ്സിലാക്കിയത് നല്ല സമ്പത്ത് ഉണ്ടാവണം, ഒരുപാട് മക്കൾ ഉണ്ടാവണം, നല്ല വീടുണ്ടാകും, നല്ല വാഹനം ഉണ്ടാകും, അത് ഭൗതികമായ നേട്ടങ്ങളാണ്. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദർ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ടാവും. പല ആളുകളും ദുആ ചെയ്യുന്നുണ്ടാകും, വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ നിലക്കാണ് പല ആളുകളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ പോരിശ ലഭിച്ചാൽ അവരുടെ ദുആ ആത്മാർത്ഥമായ ദുആ ആയിരിക്കും. എൻ്റെ റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെയായിരിക്കും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകളെ ഉയർത്തുക. ഏഴാമത്തെ കാര്യം, ഹൃദയം ശുദ്ധമാകുമെന്നുള്ളതാണ്. പിന്നെ ഒരാളോടും വെറുപ്പുണ്ടാവൂല. നമുക്ക് മനസ്സിലാക്കാം, ഒരാളോടും വെറുപ്പുണ്ടാവൂല, അസൂയ ഉണ്ടാകൂല, അഹങ്കാരം ഉണ്ടാകൂല, കുശുമ്പുണ്ടാകൂല, പിണക്കങ്ങൾ ഉണ്ടാകൂല. ഇത് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവന്റെ മറ്റൊരു അടയാളമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകും. അതെന്ത് കണ്ണുനീരാ? കള്ളക്കണ്ണുനീരല്ല, യഥാർത്ഥമായ ആത്മാർത്ഥതയിലുള്ള കണ്ണുനീരായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒറ്റുമെന്നുള്ളതാണ്.
ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ലൈലത്തുൽ ഖദർ ലഭിക്കാൻ നാം ഖുർആനിൽ നിന്ന് ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ്. മൻഖറ സൂറത്തുൽ ഖദരി, ഒരാൾ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അഅതാഹുല്ലാഹു സവാബ മൻ സാമ റമളാൻ, റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കും. വഅഹിയാ ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിൽ രാത്രി ഹയാത്താക്കിയ പ്രതിഫലവും അള്ളാഹു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇനിയുള്ള സമയങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൂറത്തുൽ ഖദർ ധാരാളം പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത്. അത് കേവലം റമളാൻ മാസത്തിൽ ഓതേണ്ട സൂറത്ത് മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്. ഇഅ്ലം, നീ അറിയോ, അന്ന സൂറത്ത ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത് ലിനല്ലിൽ ഫുഖറാ, പാവപ്പെട്ടവർക്ക് ഐശ്വര്യമാണ്. പാവപ്പെട്ട ഒരാള് സൂറത്തുൽ ഖദർ ഓതിയാൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ, അവൻ ദരിദ്രനാണോ അവനക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കും, അള്ളാഹു അവനെ സമ്പന്നനാക്കുമെന്നാ പറയുന്നത്. ബലഹീനരായ ഒരാളാണ്, എല്ലാവരും കളിയാക്കുന്ന, എല്ലാവരും നിസാരപ്പെടുത്തുന്ന ഒരാള് സൂറത്തുൽ ഖദർ ഓതിയാൽ വലിയ യോഗ്യതയും മഹത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കും. ആഫത്ത് മുസീബത്തുകളെ തട്ടാൻ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. അള്ളാഹു ഓതാല്ല ഭാഗ്യം നൽകട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ആഫത്ത് മുസീബത്തുകളുടെ ഒരു ലോകത്താണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഖദർ റമളാൻ കഴിഞ്ഞാലും നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ രോഗത്തിനുള്ള മരുന്നാണ്. എത്രയോ രോഗികളുണ്ട്, റമളാൻ മാസത്തിട്ട് നോമ്പനുഷ്ഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കട്ടെ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, റബ്ബേ അവരുടെ രോഗങ്ങളിൽ ശിഫയാക്കണേ റഹ്മാനെ. ശരിക്കും നിസ്കരിക്കാൻ പ്രയാസാണെന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്, അവരുടെ എല്ലാ വേദനകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. അപ്പൊ രോഗത്തിനുള്ള ഒരു മരുന്നാണ് സൂറത്തുൽ ഖദർ എന്ന് മഹാന്മാര് പറയുന്നു. അംനും മിനൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള കാവലാണ്. നമ്മള് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ തുടങ്ങും നമ്മളെ ശിക്ഷ, അള്ളാഹുവിന്റെ അദാബ്. ആ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൂറത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വമിൻ ഉഖൂബാതി ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലെയും ദുനിയാവിലെയും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാവല് വേണോ. ദുനിയാവിൽ അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവും, ദാരിദ്ര്യായിരിക്കാം, പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്, പല ബുദ്ധിമുട്ടുകളും സംഭവിക്കാറുണ്ട് ദുനിയാവില്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. പരലോകത്ത് വെച്ച് ഉള്ള ശിക്ഷ അത് കഠിനമാണ്. ദുനിയാവിലെ ശിക്ഷ പോലെ ആവൂല, അത് വല്ലാത്ത കഠിനമായിരിക്കും. നരകം പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ സൂര്യൻ ഒരു ചാണ് തലക്ക് മീത് നിൽക്കുമ്പോൾ പറയേണ്ടതില്ല. ഖബറിൽ 2 മലക്കുകൾ വന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുന്ന ശിക്ഷ പറയേണ്ടതില്ല. അപ്പൊ പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. വകാന കാരിഉഹാ അല സിഹ്ഹതി വൽ ആഫിയതി വസ്സലാമാ, സൂറത്തുൽ ഖദർ ഓതുന്നവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ആരോഗ്യവും നല്ല ശക്തിയും ഉണ്ടാകും, അള്ളാഹുവിന്റെ പ്രത്യേക രക്ഷയും ഉണ്ടാകും. സൂറത്തുൽ ഖദർ ഓതിയവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സൂറത്തുൽ ഖദറിനെ കുറിച്ച് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യാൻ മഹാന്മാര് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഖദർ ഓതിയാൽ മതി. യഅ്ജൂജ് മഅ്ജൂജിന്റെയും നമ്മളുടെയും ഇടയിൽ അള്ളാഹു വലിയ ഒരു മറട്ടിട്ടുണ്ട് എന്നാണ്. അതുപോലെ ഇബ്ലീസിന്റെയും നമ്മളുടെയും ഇടയിൽ അള്ളാഹു മറയിടാൻ, അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. പിന്നെ പിശാചുക്കൾ നമ്മളെ ശല്യം ചെയ്യൂല, പിശാചുക്കൾ നമ്മളെ ഉപദ്രവിക്കൂല. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ ലഭിക്കാൻ നാം ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് റസൂലുള്ള ചൊല്ലിയിരുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.